ഹർജികളുമായി സുപ്രീം കോടതിയിൽ പോവുക, പിഴയുമായി മടങ്ങുക. ഒരു പ്രത്യേകതരം ജീവിതം തന്നെ ഉത്തർപ്രദേശിലെ അഡ്വക്കേറ്റ് അശോക് പാണ്ഡെയുടേത്. രാഹുൽ ഗാന്ധിക്കെതിരെ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയ ഉത്തർപ്രദേശിലെ അഭിഭാഷകനെതിരെ സുപ്രീം കോടതി ഇന്നലെ ചുമത്തിയത് 1,00,000 രൂപ പിഴയാണ്. ഭയങ്കര രസകരമാണ് ഈ അഭിഭാഷകന്റെ കാര്യം. ഉത്തർപ്രദേശിലെ ലക്നൌവിലെ അശോക് പാണ്ഡെയാണ് കക്ഷി. മോദിമാരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞതിനാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം കഴിഞ്ഞ തവണ പാർലമെന്റിൽ റദ്ദാക്കിയിരുന്നത്. അവസാനം കോടതി രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം പുനഃസ്ഥാപിച്ചു. അത് പുനഃസ്ഥാപിച്ച കോടതി വിധിക്കെതിരെയാണ് അശോക് പാണ്ഡെ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയത്. ഇതിനെതിരെയാണ് കോടതിയിൽ നിന്ന് ഇന്നലെ രൂക്ഷ വിമർശനം ഇയാൾക്കെതിരെ ഉണ്ടായത്. ഇത്തരം ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണമെന്ന് ജഡ്ജിമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. കോടതി ഇയാളെ നാണം കെടുത്തി വിടുകയായിരുന്നു. കഴിഞ്ഞ വർഷവും സമാനമായി ഇയാൾക്ക് മറ്റൊരു ഹർജിയുടെ പേരിലും 1,00,000 രൂപ സുപ്രീം കോടതി വിധിച്ചിരുന്നു. ലക്ഷദ്വീപിലെ അന്നത്തെ MP മുഹമ്മദ് ഫൈസലിന്റെ MP സ്ഥാനം കോടതി പുനഃസ്ഥാപിച്ചത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു അന്നും സമാനമായി 1,00,000 രൂപ പിഴ അശോക് പാണ്ഡെ നേടിയത്. കഴിഞ്ഞ വർഷം തന്നെ 5,00,000 രൂപ വേറൊരു ഹർജിയുടെ പേരിലും അശോക് പാണ്ഡെക്ക് മേൽ കോടതി ചുമത്തിയിരുന്നു. ബോംബെയിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിയപ്പോൾ ഞാൻ എന്ന പദം ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് അയാളെ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞ് അശോക് പാണ്ഡെ നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു അന്ന് സുപ്രീം കോടതി 5,00,000 രൂപ പിഴ ചുമത്തിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ബെഞ്ചായിരുന്നു അന്ന് ആ പിഴ ചുമത്തിയത്. ഇങ്ങനെ ഒരു ശല്യക്കാരനായ വ്യവഹാരിയായി സുപ്രീം കോടതിക്ക് തലവേദനയായി കൊണ്ടിരുന്ന ഉത്തർപ്രദേശിലെ ഈ അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിലെ ഒരു തമാശ താരമായി മാറിയിട്ടുണ്ട്. ഹർജികളുമായി പോവുക, പിഴയുമായി മടങ്ങുക. ഒരു പ്രത്യേകതരം ജീവിതം തന്നെ പുള്ളിയുടേത്.